വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ SFI ബോധപൂർവമായി ആക്രമിക്കാനുള്ള ആയുധമായാണ് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളും SFI വിരുദ്ധ ടാഗ്ലൈൻ എല്ലാത്തിനോടും ചേർക്കാൻ മാധ്യമങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിച്ചു. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം അവിടെ 2 കിലോ കഞ്ചാവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ KSUവിന്റെ നേതാവ്, KSUവിന്റെ പ്രവർത്തകൻ ആകാശ്, തുടർന്ന് അതിന്റെ തുടർച്ചയെന്നോണം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട ഷാരിഖ്, ആഷിഖ് എന്നിവരെ പൂർവ്വ വിദ്യാർത്ഥികളായി മാധ്യമങ്ങൾ അവതരിപ്പിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സത്യം? ഇവർ പൂർവ്വ വിദ്യാർത്ഥികളാണ് എന്നുള്ളത് അർദ്ധസത്യമാണ്. അതോടൊപ്പം അവർ KSUവിന്റെ മുൻ യൂണിറ്റ് സെക്രട്ടറിയാണ് ഷാരിഖ്, ആഷിഖ് KSUവിന്റെ സജീവ പ്രവർത്തകൻ. ഇവർ രണ്ടുപേരുമാണ് ഈ കിലോ കണക്കിനുള്ള കഞ്ചാവ് ക്യാമ്പസിൽ എത്തിച്ചത് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതിനെ സംബന്ധിച്ച് കേരളത്തിലെ ഏതെങ്കിലും ഒരു കേരളത്തിലെ സുപ്രധാനമായ ചില ദിനപത്രങ്ങളാണ്. ഒന്ന് മാതൃഭൂമിയിലെ വാർത്ത ഇങ്ങനെയാണ്: കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തി, 1.909 ആകാശിന്റെ റൂമിൽ നിന്ന്. തുടർന്നുള്ള വാർത്ത ഇങ്ങനെയാണ്: കോളേജിലെ യൂണിയൻ ജനറൽ സെക്രട്ടറിയും SFI നേതാവുമായിരുന്ന എന്ന നിലയിലാണ് അടുത്തത് അവതരിപ്പിക്കുന്നത്. എന്നാൽ അതിലെവിടെയും ഈ ആകാശ് എന്ന വ്യക്തി KSUവിന്റെ നേതാവാണെന്നും ഇയാൾ 2 കിലോ കഞ്ചാവ് പൊസിഷനിൽ വെച്ച ആളാണെന്നും ഇയാളുടെ ത്രാസ് ഉൾപ്പെടെയുള്ളത് ഇദ്ദേഹത്തിന്റെ റൂമിൽ ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് ഒരു വാക്ക് പോലും ഇതിലില്ല. ഇത് മാതൃഭൂമിയുടെ അവസ്ഥ. മറ്റൊന്ന് ചന്ദ്രികയാണ്. ചന്ദ്രികയോട് പ്രത്യേകിച്ച് പ്രഖ്യാപനം നടത്തേണ്ട അവരുടെ അജണ്ട ഞങ്ങൾക്കറിയാം. പക്ഷെ എന്താ അതിലെ വാർത്ത കൊടുക്കുമ്പോൾ സത്യം കൊടുക്കണ്ടേ? ഹോസ്റ്റലിൽ കഞ്ചാവ് വേട്ട, SFI നേതാവ് അടക്കം 3 പേർ പിടിയിൽ. അടുത്തത് മംഗളമാണ്, 3 SFIക്കാർ അറസ്റ്റിൽ. ഇതാണ് വാർത്ത. 3 SFIക്കാർ അറസ്റ്റിൽ. മലയാള മനോരമയാണ് ഇതിലേറെ വ്യത്യസ്തമായി നിൽക്കുന്നത്. പിടിച്ചത് 2 കിലോ, പ്രതികളിൽ SFI നേതാവ്. ഇതിൽ എന്താണ് സത്യമുള്ളത്? 2 കിലോ കഞ്ചാവുമായി ബന്ധപ്പെട്ട് മനോരമ കൊടുത്തിട്ടുള്ള വാർത്തയുമായി ബന്ധപ്പെട്ട് എന്തിനാണ് സത്യമുള്ളത്? ഇവിടെ പിടിക്കപ്പെട്ട ആഷിഖും അതിനെ തുടർന്ന് ഇന്നിവിടെ പിടിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ പേരും, 3 പേര്, ഇന്നിപ്പോ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുന്ന 3 പേരും KSUവിന്റെ നേതാക്കന്മാരാണ്. ഒരു വാർത്ത കൊണ്ട്, ഒരക്ഷരം കൊണ്ട് നിങ്ങളൊന്ന് അതിനെ വിമർശിക്കാൻ തയ്യാറായോ? ഒരക്ഷരം കൊണ്ട് ഒരിക്കലെങ്കിലും നിങ്ങൾ അതിന് തയ്യാറായോ? ഇതാ ചിത്രങ്ങൾ സഹിതം നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിലുണ്ട്, നിങ്ങൾ കൊടുത്തിട്ടില്ല. ഇതാ അവരെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ. ഈ ഫോട്ടോ ഇന്നലെ ചിലർ ആവശ്യം ഫോട്ടോ ആയിരുന്നു. KSU പ്രവർത്തകനായ സമീർ, ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള മുൻ യൂണിറ്റ് സെക്രട്ടറി ഷാരിഖ്, ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആഷിഖ്, KSU ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥി അനസ്, ഇന്നലെ പ്രസ് മീറ്റ് വിളിച്ച ആള്, ഇവരെല്ലാം ഒരുമിച്ചിരിക്കുന്ന KSUവിന്റെ അവിടുത്തെ മീറ്റിംഗിന്റെ ഫോട്ടോ. ഇതൊന്ന്, ആ ഫോട്ടോയിലുള്ള ഈ വെള്ള ഷർട്ടുകാരൻ KSUവിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ജിഷ്ണു, അതിന് തൊട്ടപ്പുറത്തുള്ള KSUവിന്റെ ജില്ലാ സെക്രട്ടറി, ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ഷാരിഖ്. ഇതിനപ്പുറത്തേക്ക് മറ്റെന്താണ് നിങ്ങൾക്ക് ആവശ്യം? ഒരക്ഷരം കൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും മുൻ വിദ്യാർത്ഥി, പൂർവ്വ വിദ്യാർത്ഥി എന്നല്ലാതെ മാധ്യമങ്ങളൊന്ന് പറയാൻ തയ്യാറായോ? നിങ്ങൾക്ക് അജണ്ടയുണ്ട്, നിങ്ങൾ പക്ഷപാതപരമാണ്, നിങ്ങൾ നിഷ്പക്ഷരെന്ന് ചമഞ്ഞ് ഇടതുവിരുദ്ധത ഈ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങേയറ്റം പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അതിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുകയാണ്. അങ്ങേയറ്റം പ്രതിഷേധം. ആ പ്രതിഷേധം സ്വാഭാവികമായിട്ടും നീതിയുക്തമായ ഒരു കാര്യത്തെ സമീപിക്കുന്നതിൽ മാധ്യമധർമ്മം മറന്നുകൊണ്ട് നിങ്ങൾ ഇടപെട്ടു. അതിലവിടെ കഴിഞ്ഞോ? അവിടെയും കഴിയുന്നില്ല. KSUവിന്റെ കേരളത്തിലെമ്പാടുമുള്ള KSUവിന്റെ നേതാക്കന്മാർ ഇപ്പോൾ യാത്രയിലാണ്. ആ യാത്രയുടെ പ്രത്യേകത എന്താ? ആ യാത്രയുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രത്യേകത? ആ യാത്ര ഇപ്പോൾ നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ആ യാത്ര നടത്തി എറണാകുളത്തെത്തിയപ്പോ തൃശൂർ ജില്ലാ പ്രസിഡന്റും ഡീസോൺ കലോത്സവത്തിൽ SFIക്കാരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള തൃശൂർ ജില്ലാ പ്രസിഡന്റ് KSUവിന്റെ ഗോകുൽ ഗുരുവായൂർ എന്ന് പറഞ്ഞ ആളുടെ കൂടെ നിൽക്കുന്ന ആളാരാണ്? കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അറിയില്ലേ? മരട് അനീഷിനെ നിങ്ങൾക്ക് അറിയോ? മരട് അനീഷിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. ന്യൂസ് അവർ ഡിബേറ്റ് വരെ നടത്തിയ കേരളമാണ്. ന്യൂസ് അവർ ഡിബേറ്റ് നടത്തി മരട് അനീഷിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തില്ലേ? മരട് അനീഷ് ആരാണ്?
മരടനീഷ് ഈ നാട്ടിൽ നടത്തുന്നത് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്? കൊട്ടേഷൻ, ഭൂമാഫിയ, ലഹരി മയക്കുമരുന്ന് കേസുകളിൽ മുഖ്യ പ്രതിയായിട്ടുള്ള ഇയാൾ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകന്റെ ഉച്ച ചങ്ങാതിയാവുന്നത്? അതും KSUവിന്റെ ജാഥ എറണാകുളം ജില്ലയിൽ എത്തിയപ്പോഴായിരുന്നു ഈ ഫോട്ടോ പുറത്തു വന്നത്. അതേ സമയത്തല്ലേ KSUവിന്റെ നേതാക്കന്മാരിൽ നിന്ന് ഇത് പിടിക്കപ്പെട്ടത്? ഇന്നലെ രാവിലെ തൊട്ട് ഇപ്പൊ നിങ്ങളുടെ പല ചോദ്യങ്ങളും പലരോടും ഞങ്ങൾ കേട്ടു. ഇതിൽ രാഷ്ട്രീയമുണ്ടോ? എന്താ പ്രശ്നം? രാവിലെ 8 മണി തൊട്ട് നിങ്ങൾ SFI എന്ന് പറഞ്ഞു തുടങ്ങി. 8 മണി തൊട്ട് ഉച്ചയ്ക്ക് ശേഷം KSUവിന്റെ നേതാക്കന്മാർ പിടിക്കപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ യൂട്ടേൺ എടുത്തു നിങ്ങളും KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റും ഉൾപ്പെടെ. എന്താ എടുത്തത്? ഇത് രാഷ്ട്രീയമില്ല, ഒരു രാഷ്ട്രീയമില്ല. നിങ്ങൾ പിന്നീട് എന്താക്കിയത്? പൂർവ്വ വിദ്യാർത്ഥികളാക്കി. അതുവരെ SFIയെ നിങ്ങൾ ആക്രമിച്ചു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം SFIയുടെ സംസ്ഥാന ഭാരവാഹികൾ എന്ന നിലയിൽ ഞങ്ങൾ വിശദീകരിച്ചല്ലോ. ഞങ്ങൾ അതിൽ കൃത്യമായി നിലപാടെടുത്തല്ലോ. നിലപാട് ചോദിക്കാൻ പോലും നിങ്ങൾ ചെന്നോ? അത് ചെന്നില്ല എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ വിരോധാഭാസം എന്ന നിലയിൽ നിങ്ങൾ ചില വസ്തുതകൾ മറച്ചു പിടിക്കാൻ ബോധപൂർവമായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് രാവിലെ പൂർണ്ണമായും നിങ്ങൾ അസത്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ആ അസത്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നാ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. KSUവിന്റെ നേതാവായിരുന്നു, അയാളെ അറസ്റ്റ് ചെയ്തിട്ട്. എന്താ അറസ്റ്റ് ചെയ്യാത്തതെന്നായിരുന്നു പിണറായി വിജയന്റെ പോലീസ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നായിരുന്നു കോൺഗ്രസ് നേതാക്കന്മാരുടെ ചോദ്യം. ഇന്ന് അറസ്റ്റ് ചെയ്തല്ലോ, തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ നിങ്ങൾ തയ്യാറാണ്? കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എത്ര ജനാധിപത്യ വിരുദ്ധനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. കൈരളി എന്ന മാധ്യമത്തെ തുറന്ന് ആക്രമിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടു നിൽക്കുകയായിരുന്നില്ലേ? നിങ്ങളോടായിരുന്നില്ല അത് എന്നതുകൊണ്ടാണ്. കൈരളി പറഞ്ഞാൽ KSU ആവില്ല എന്നായിരുന്നു. കൈരളി പറഞ്ഞ് KSU ആവണ്ട. എന്നാൽ ഈ ഫോട്ടോകളും ഈ സത്യങ്ങളും അവർ KSU ആണെന്ന് തെളിവാക്കുന്നു. അതിൽ ഭൂമുഖത്ത് എത്ര തവണ നിങ്ങൾ മറച്ചു വെച്ചാലും സത്യം പുറത്തു വരും. ചോദ്യങ്ങളോട് അനവസരപ്പെടുന്ന പ്രതിപക്ഷ നേതാവ് ഇപ്പൊ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് SFI വിരുദ്ധ രാഷ്ട്രീയമാണ്. എന്തു പറഞ്ഞാലും SFI. നേരത്തെയും പറയുന്നത് കേട്ടു. ഞങ്ങൾ ഇനിയും SFIയെ കുറിച്ച് പറയും. SFI എന്ത് കേട്ടാലും ഞങ്ങൾ വിമർശിക്കും. അങ്ങനെ ആർക്കും കൊട്ടാനുള്ള ചെണ്ടയൊന്നുമല്ല SFI. ഇടത് വിരുദ്ധത ബാധിച്ച് തെറ്റായ സ്ഥലജല വിഭ്രാന്തി ബാധിച്ച് ഇടപെടുകയാണ് അദ്ദേഹം. ഒരു ഘട്ടത്തിൽ പോലും VD സതീശന്റെ എല്ലാ ആരോപണങ്ങളും അങ്ങേയറ്റ അവജ്ഞയോടുകൂടി തള്ളിക്കളയുക. രാഷ്ട്രീയ കേരളത്തിൽ നിലവാരം പുലർത്താത്ത നേതാവാണ് VD സതീശൻ. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ആ നിലയിൽ തന്നെ ജനം തള്ളിക്കളയും. SFIയുടെ തലയിൽ കെട്ടിവെച്ച് SFIയുടെ ക്രെഡിബിലിറ്റിയും വിശ്വാസതയും വിദ്യാർത്ഥികൾക്കിടയിലെ സ്വീകാര്യതയും ഇല്ലാതാക്കാമെന്നുള്ളതായിരിക്കും പുതിയ അജണ്ട. ആ അജണ്ട ഇതുകൊണ്ടൊന്നും വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല. ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അതിനെ അനുവദിക്കുകയില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങൾക്ക് കൃത്യമായി ലഹരിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഞങ്ങൾക്ക് നിലപാടുണ്ട്. ആ നിലപാട് ഞങ്ങൾ എവിടെയും പറയാൻ വെച്ചിട്ടില്ല. മരട് അനീഷന്മാരുടെയും അതോടൊപ്പം തന്നെ ലഹരി മാഫിയ സംഘങ്ങളുടെയും കൂട്ടുകാരായിട്ടുള്ള നിങ്ങളുടെ ശിഷ്യന്മാരെ നിങ്ങൾ പോയി ക്ലാസ് എടുത്തു കൊടുക്കണം. ഞങ്ങൾക്ക് വേണം. അതോടൊപ്പം തന്നെ കൂട്ടി വായിച്ചത് എന്താ? SFIയെ നിരോധിക്കണമെന്ന് പറഞ്ഞ് തൊട്ടപ്പുറത്ത് മറ്റൊരാൾ വന്നു. ആര്? രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയുടെ പ്രശ്നം ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. രമേശ് ചെന്നിത്തല ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി SFIയുടെ കേരള സംസ്ഥാന സമ്മേളനത്തിന്റെ ഉത്സവമേളത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ നില തുടരണമെന്ന് പറഞ്ഞപ്പോ അതിന്റെ മുഖ്യമന്ത്രി പറഞ്ഞതാണ് ശരിയെന്നൊക്കെ പറഞ്ഞ് വലിയ നിലയിൽ ഉപദേശിക്കുന്നത്. ഒന്ന്, കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളൊന്നും കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് രമേശ് ചെന്നിത്തല ഇന്ന് ഇരിക്കുന്ന സ്ഥലത്തേക്ക്, ഇന്നിപ്പോൾ ഉള്ള സ്ഥലത്തേക്ക് എത്തിച്ചേർന്നത്. കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല കൃത്യമായി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും കളഞ്ഞ് അതൊക്കെ നഷ്ടപ്പെട്ട് ഇത്രമേൽ ലഭ്യനായി മാറുന്നതിലേക്ക് കാര്യങ്ങൾ മാറി. രമേശ് ചെന്നിത്തലക്ക് കാര്യങ്ങളൊന്നും കൃത്യമായി മനസ്സിലാകുന്നില്ല എന്ന് ഞങ്ങൾക്ക് ധാരണയുണ്ട്. അതിന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ SFIയെ നിരോധിക്കണം എന്നായിരുന്നു. SFIയെ നിരോധിക്കണം എന്ന ആവശ്യം 1970 ഞങ്ങൾ രൂപീകരിക്കപ്പെട്ട ഘട്ടം തൊട്ട് ഇവർ പറയുന്നതാണ്. അടിയന്തരാവസ്ഥയിൽ ഞങ്ങൾ നേരിട്ടിട്ടുണ്ട്. അടിയന്തരാവസ്ഥയിൽ വിസ തടവുകാരനായി ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അന്ന് ജയിലിൽ തുറന്നിരുന്നു 2 വർഷത്തിനടുത്തോളം. എത്ര സഖാക്കളെ ഞങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടു. അടിയന്തരാവസ്ഥക്കാലത്താണ് ഞങ്ങൾക്ക് രക്തസാക്ഷികളെ, ഞങ്ങളുടെ സഖാക്കളെ കൊലപ്പെടുത്താൻ വേണ്ടി അവർ പോലീസിനെ വരെ പറഞ്ഞയച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട്. എത്ര ഘട്ടങ്ങൾ, ഏതൊക്കെ ഘട്ടങ്ങൾ ഞങ്ങളെ ഇവർ വേട്ടയാടി. ഇവർക്കിന്ന് വേണ്ടത് SFIയുടെ തകർച്ചയും അതിന്റെ പകർച്ചയുമാണ്. ആ പകർച്ചയും തകർച്ചയ്ക്കും ഒരു ഘട്ടത്തിൽ പോലും, ഏത് ഘട്ടത്തിലും ഞങ്ങൾ അതിനെ പ്രതിരോധിക്കും.
ലഹരി മാഫിയ സംഘങ്ങളെ ഞങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അധമ വലതുപക്ഷത്തിന്റെ അക്രമങ്ങൾ കേരളത്തിലെ 3 മന്ത്രിമാർ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പ്രതികരിച്ചു. ഒന്ന് സഖാവ് പി രാജീവ്, മുഹമ്മദ് റിയാസ്, എം പി രാജേഷ് അഭിസംബോധന ചെയ്തു. അവർ ഒരു ഘട്ടത്തിലും ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയുടെ മുഖത്തേക്ക് ഒരു കരിവാരി തേച്ച് അതിനെ ഒരു പ്രശ്നമാക്കി ഉയർത്തി കാണിക്കാൻ ശ്രമിച്ചിട്ടില്ല. യഥാർത്ഥ വിഷയത്തിൽ നിന്നുകൊണ്ട് കാര്യം പറഞ്ഞു. ഇവിടെ യഥാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള വാദപ്രതിവാദങ്ങൾക്കാണ് പോകുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ 3 KSU നേതാക്കന്മാർ ഇപ്പോൾ ജയിലിലാണ്. 3 KSU നേതാക്കന്മാർ. അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ലല്ലോ. 3 KSU നേതാക്കന്മാർ ജയിലിലായിട്ടും ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. കേരളത്തിൽ തെറ്റായ ചർച്ച സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ആ ഘട്ടത്തിലും ഈ മന്ത്രിമാരെന്ന് പറഞ്ഞു കൂട്ടായ പരിശ്രമത്തിൽ ഇതിനെ മറികടക്കാൻ കഴിയണം, ഇതൊരു സാമൂഹ്യ വിപത്താണ്. ഞങ്ങളും ആദ്യഘട്ടത്തിൽ തന്നെ കൃത്യമായി പറഞ്ഞു. എന്നാൽ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ടും ഇത് തിരിച്ചറിഞ്ഞാണ് മാധ്യമങ്ങൾ ഇടപെടുന്നത് ഞങ്ങൾക്ക് ധാരണയുണ്ട്. ഇനി KSU എന്ന് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇന്നിപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവർ മുൻ വിദ്യാർത്ഥികളുമാണ് എന്ന് കൃത്യമായി എഴുതി ചേർത്തത്. നിങ്ങളോടൊക്കെ ഞങ്ങൾക്കുള്ള അങ്ങേയറ്റ പ്രതിഷേധം എന്നുള്ളത് VD സതീശൻ പറയുന്നതെല്ലാം കേട്ട് അതുപോലെ തിരികെ വരേണ്ടി വന്നവരായി തീർന്നല്ലോ കേരളത്തിലെ മാധ്യമങ്ങൾ എന്നുള്ളതാണ്. ഒരു ചോദ്യം ചോദിക്കാൻ പോലും നിങ്ങൾ തയ്യാറായിട്ടില്ല. ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ചോദ്യം ചോദിച്ചവരെ നിശബ്ദരാക്കുന്ന ആ പ്രവണതയെ നിങ്ങൾക്ക് ഒരിക്കലും ചെറുക്കാൻ വേണ്ടിയിട്ടില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ പോറ്റി വളർത്തിയ പ്രസ്ഥാനമൊന്നുമല്ല ശ്രദ്ധ, അത് ഞങ്ങൾക്ക് ആവശ്യവുമില്ല. പക്ഷെ സത്യം പറയാൻ നിങ്ങൾ തയ്യാറാണ്. ആ സത്യം പറയാത്തത് കൊണ്ട് തന്നെ അങ്ങേയറ്റ പ്രതിഷേധം ഞങ്ങൾ അത് സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം ലഹരിക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള നടപടികളുമായി ഞങ്ങൾ കൊണ്ടുപോകും. ഏഷ്യാനെറ്റ് ആവട്ടെ, 24 ആവട്ടെ, മാതൃഭൂമി ആവട്ടെ, റിപ്പോർട്ടർ ആവട്ടെ, ഇവിടെ ഇരിക്കുന്ന സകലമാന മാധ്യമങ്ങളും ആവട്ടെ, അവരെല്ലാം ആ നിലയിലാണ് ഇന്നിപ്പോ ഇടപെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ കൃത്യമായി ഒരു രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾക്ക് തുടക്കം കുറിച്ചത് മാധ്യമങ്ങളും കോൺഗ്രസിന്റെ നേതാക്കന്മാരും. ഇന്നലെ രാവിലെ 8 മണി തൊട്ട് മാധ്യമങ്ങളും കോൺഗ്രസിന്റെ നേതാക്കന്മാരും തുടങ്ങിയത്. പിന്നീട് നിങ്ങൾ കാര്യങ്ങൾ മാറ്റി അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉത്തരം പറയാൻ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാണ്. ഒരു വിദ്യാർത്ഥി സംഘടനയെ ഇങ്ങനെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് എന്താണ് ഇത്രമേൽ ആഹ്ലാദവും ഉന്മാദവും നൽകുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന ഒരു ഘട്ടത്തിലും അത്തരം ഒരു നിലപാടില്ലാത്ത ഒരു സംഘടനയെ ഏത് ഘട്ടത്തിലാണ് ഇങ്ങനെ വേട്ടയാടാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ തുടിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകാതെ പോകും. ആ മൂലധന താല്പര്യങ്ങളും നിക്ഷിപ്ത താല്പര്യങ്ങളൊക്കെ ഞങ്ങൾ തിരിച്ചറിയും. പക്ഷേ ഈ തെറ്റായ വാർത്തകൾ ഇനിയും പ്രചരിപ്പിക്കാമെന്ന് കരുതിയേക്കരുത്. ഞങ്ങളാൽ കഴിയുന്നത് ഞങ്ങൾ അത് പ്രതിരോധിക്കും. ഒരു ലഹരി മാഫിയ സംഘത്തിനും കേരളത്തിലെ ക്യാമ്പസിൽ സ്ഥാനം ഉണ്ടാകും. ഏത് നേതാവാണ്, ഏത് വലതോ ഏത് വർഗീയവാദിയോ ഞങ്ങൾ നേരിടും. അതിലൊരു സംശയം ഉണ്ടാകും. ഞങ്ങൾ ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകും. ഞങ്ങൾക്കൊരു സംശയമില്ല. അതുകൊണ്ട് ഈ നിലയിൽ വാർത്തകൾ ഇനിയും പടച്ചുവിടാൻ തയ്യാറാവുന്നതിന് മുമ്പ് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ നടത്തുന്നത് ഒരു തെറ്റായ പ്രചരണമാണ്. ഇതൊരു ദൂരവ്യാപകമായിട്ടുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുന്നു. കേരളത്തിലെ ഒരുപാട് വീടുകളിൽ ഇരുന്ന് SFI പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ ഇതൊക്കെ കാണുന്നുണ്ട്. അവരുടെ കൂടി വിശ്വാസമാണ് SFIയുടെ വിശ്വാസം. നിങ്ങൾ തിരിച്ചറിയണം. ആ വിശ്വാസത്തെ തകർക്കാൻ ഏത് സുനിൽ കനകോട് പറയുന്ന ടാക്ടിക്സ് ഉപയോഗിച്ച് നിങ്ങൾ ഇനി എത്ര വാർത്ത കൊടുത്താലും കഴിയില്ല. ഞങ്ങളുടെ പ്രവർത്തനത്തിലും ഞങ്ങളുടെ പോരാട്ടത്തിലും വളർന്നു വന്നതാണ് ഞങ്ങളുടെ സംഘടന. ഞങ്ങളുടെ വിയർപ്പും ചോരയും ഒരുപാട് മനുഷ്യരുടെ ജീവൻ വന്നു. അതുകൊണ്ട് തന്നെ അതിനെ ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങളുടെ വാർത്തകളുടെ അവസാനത്തെ ടാഗ്ലൈനിൽ കെട്ടിയിടാണെന്ന് കരുതരുത്. ഈ വാർത്തകൾ തന്നെ നോക്കും. ഈ ഇന്നത്തെ ദിനപത്രം വായിച്ച ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഇമ്പാക്ട് എന്തായിരിക്കും? എത്ര കള്ളമാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്? മുഴുവൻ കള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ ഇന്നിപ്പോ മാധ്യമങ്ങൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചരണം അവസാനിപ്പിക്കണം. ആ പ്രചരണം അവസാനിപ്പിച്ച് കോൺഗ്രസ് നേതാക്കന്മാരോട് ഒരു ചോദ്യമെങ്കിലും തിരികെ ചോദിക്കാൻ ഒരു ധൈര്യം നിങ്ങൾ കാണിക്കണം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാൻ. സതീഷിനോട് ഞാൻ സതീഷിനോട് ആദ്യത്തെ കാലത്ത് എല്ലാവരും അങ്ങനെയാണെന്ന് പറഞ്ഞു. നമ്മൾ ചോദിക്കപ്പെടുന്ന എല്ലാം ചോദിക്കുന്നുണ്ട്. അതിൽ കേൾക്കാരനാണ് എന്നുള്ളത് അതിന് രാഷ്ട്രീയ സാഹചര്യം അടക്കം ചോദിച്ചത് ഞാനാണ്. പിന്നെ ഇന്നത്തെ വാർത്തയുടെ കാര്യം KSU കാറിന്റെ റൂമിൽ നിന്നാണ് ഇത് പിടിച്ചതെന്ന് ആദ്യം കാർഡെടുത്തത് ഞങ്ങളാണ്. കാർഡെടുത്ത് ഞാൻ കണ്ടില്ല. 13 കാർഡ് സമയമാണ്. നിങ്ങൾ മാധ്യമങ്ങൾ മുഴുവൻ അങ്ങനെയാണ് എന്നും അങ്ങനെ ചെയ്യുന്ന കാര്യമില്ല. നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സതീശൻ കൈകൾ ചോദിച്ചപ്പോൾ കൈകളുടെ പേരെടുത്ത് സതീശൻ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ കുറെ
ചോദ്യങ്ങളുടെ പ്രശ്നം മാത്രമല്ല, ഞാനിവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞത് ഏഷ്യാനെറ്റ് 24 മാതൃഭൂമി റിപ്പോർട്ടർ മീഡിയ ഉൾപ്പെടെ എല്ലാവരും നിങ്ങളുടെ പേര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം ഞാൻ പറഞ്ഞു എന്താ വിഷയം. ഇന്ന് രാവിലെ തൊട്ട് അറസ്റ്റിലാക്കപ്പെട്ട ഈ ഷാരിഖുമായി ബന്ധപ്പെട്ട് അയാൾ പൂർവ്വ വിദ്യാർത്ഥി എന്നല്ലാതെ അയാൾ KSUവിന്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നോ, അയാൾ അവിടുത്തെ നേതാവായിരുന്നോ, മെമ്പർഷിപ്പ് വാങ്ങുന്ന ഫോട്ടോ ആരാ കാണുന്നത്? മെമ്പർഷിപ്പ് കൊടുക്കുന്ന നേതാവ് നിസാരനായ നേതാവ്. നിങ്ങളാണ് ഇത് തുടങ്ങിയിട്ടത്. ഇപ്പൊ നിങ്ങൾ തന്നെ ഇതിന് ഉത്തരം പറയും. നിങ്ങളെ ചോദ്യത്തിന് എവിടെയാണ് VD സതീശന്റെ സഹിഷ്ണുതാ ബോധം എവിടെയാണ്? നിങ്ങളിപ്പോ എന്നോട് ചോദിച്ചു. നിങ്ങളെ ചോദ്യം മുഴുവൻ ഞാൻ കേട്ടില്ല. എന്റെ സഹിഷ്ണുതയുടെ പകുതിയായിരുന്നു അദ്ദേഹത്തിന്. എന്താണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? SFIക്കെതിരെ എന്തും വിളിച്ചു പറയാനുള്ള പൊതുബോധ്യത്തിലാണ്. VD സതീശൻ കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളണം. SFIക്ക് സമരം ചെയ്യാനറിയാം. പ്രതിപക്ഷ നേതാവ് റോഡിലിറങ്ങി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കെതിരെ കൃത്യമായി ഇത്തരം കള്ളം വിളിച്ചു പറയുമ്പോൾ ഞങ്ങളും അതിനുമായി ബന്ധപ്പെട്ട് അതിനെ അതേപോലെ തന്നെ തിരിച്ചടിക്കും. ഇങ്ങനെ കള്ളം വിളിച്ചു പറയാം. കേരളത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് ആരൊക്കെ ഇരുന്ന സ്ഥാനമാണ്? ആരൊക്കെ ഇരുന്നിട്ടുണ്ട്? എത്ര കോൺഗ്രസിന്റെ നേതാക്കന്മാരിൽ എത്ര പച്ചക്കള്ളമാണ് വിളിച്ചു പറയുന്നത്? നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നുണ്ട്. ചോദ്യത്തിന് ഉത്തരം കൃത്യമായി പറയുന്നില്ല. അതല്ലേ ചോദിച്ച ചോദ്യത്തിന് എന്താ ഉത്തരം? ചോദിക്കുന്നുണ്ട്. ചോദ്യത്തിന് പല ഉത്തരം എന്താ കൊടുക്കുന്നത്? നിങ്ങൾ അത് KSUക്കാരോട് ചോദിക്കണം. KSUക്കാരോട് ചോദിച്ചാൽ എന്താ ഉത്തരം? ഇത് രാഷ്ട്രീയം കാണരുത്. അപ്പൊ എന്താ വിഷയം? രാഷ്ട്രീയം കണ്ട പ്രശ്നമാണെന്നേ. രാഷ്ട്രീയം കാണരുതെന്നും പറയുന്നത് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞില്ലേ? പറഞ്ഞല്ലോ. നിങ്ങളോടും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതേ KSUവിന്റെ മുൻ നേതാവ് ഇന്നത്തെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ട് VD സതീശൻ പറയും, ചോദിക്കുന്നുണ്ട് KSUവിനോട് ചോദിച്ചാൽ മതി. KSUക്കാരെ കുറിച്ച് SFIക്കാരെ കുറിച്ച് ഞാനൊന്നും വിളിച്ചു പറയും. അതിന് നിങ്ങൾ പരാതിയൊന്നും പറയാം. അങ്ങനെ വിളിച്ചു പറയാൻ പറ്റുന്ന സംഘടനകളല്ല നിങ്ങളുടെ കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ മാധ്യമങ്ങളുടെ പേരെടുത്ത് പറഞ്ഞത്. ഇന്ന് രാവിലെ തൊട്ട് ഒരിക്കലെങ്കിലും SFI ഇന്നലെ ഞങ്ങളുടെ പേര് ഉപയോഗിച്ചതുപോലെ ഒരു ഘട്ടമെങ്കിലും ഈ 2-2.5 കിലോ അതിനെ തുടർന്നുള്ള ഇതിന്റെ മുഴുവൻ കണ്ണുകളെയും പിടിക്കാൻ കഴിയുന്ന ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു വിവരം കേരളത്തിലെ മാധ്യമങ്ങൾ ജനങ്ങളുടെ സമക്ഷം റിപ്പോർട്ട് ചെയ്തു. ശക്തമായ വിയോജിപ്പ് ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ ഇന്നത്തെ ദിനപത്രങ്ങളിൽ നിന്ന് നോക്കണം. മുഴുവൻ ദിനപത്രങ്ങളിലും എഴുതി വെച്ചിരിക്കുന്നത് SFI വിരുദ്ധ വാർത്ത. മുഴുവൻ കള്ളമാണ്. ആരും ചോദിക്കില്ല, പറയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റ പ്രതിഷേധം ഞങ്ങൾക്ക് അറിയില്ല. ഇംഗ്ലീഷ് മലയാളക്കാരെ കാര്യം മാത്രമേ ഞാൻ പറയൂ. ഈ മരതനീഷിനായ SFIയുടെ ഒരു യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അയാൾക്ക് ഇത് ജീവനോടെ കേരളത്തിൽ ജീവിക്കാൻ പറ്റും. KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഡീസോൺ കലോത്സവത്തിൽ ഒരാളെ തല്ലിക്കൊല്ലാനാക്കി പരിവമാക്കി 42 ദിവസം ജയിലിൽ കിടന്ന KSUവിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റിനെ മാലയിട്ട് സ്വീകരിച്ചവരെ ജാഥയ്ക്ക് എറണാകുളം ജില്ലയിൽ മരടനീഷിന്റെ വക സ്വീകരണം. ആ സ്വീകരണത്തിൽ എന്തൊക്കെ വിളമ്പി നിങ്ങളൊന്ന് അന്വേഷിക്കാൻ പോകുന്നത്? ഡ്രോയിങ് റിപ്പോർട്ടറും ഇപ്പോ മാരത്തോണും എല്ലാം ഉണ്ടല്ലോ. അതൊന്നും പോകാത്തത് ഈ ക്യാമ്പസിൽ അതിനെതിരെ നിങ്ങൾ എന്തെങ്കിലും പോരാട്ടം എന്തെങ്കിലും സാർ 1970 രൂപീകരിക്കപ്പെട്ടതാണ്. ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങളുടെ ഉത്തരം പറയുന്നു. 1970 ക്യാമ്പസ് അല്ല 2020. അതെ അതെ, ഞാൻ എന്റെ ഉത്തരം പറഞ്ഞോട്ടെ. 1970 രൂപീകരിക്കപ്പെട്ടപ്പോൾ ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട ഓരോ ഘട്ടത്തിലും ക്യാമ്പസുകളിൽ കൃത്യമായി ഇടപെട്ട സംഘടനയാണ് SFI. കഴിഞ്ഞ വർഷമാണല്ലോ വയനാട് നേപ്പാളി കോളേജിൽ വെച്ച് അപർണ ഗൗരി എന്ന വിദ്യാർത്ഥി ട്രാബിയോഗ് എന്ന് പറയുന്ന ലഹരി മാഫിയ സംഘം പുറമേലിരുന്നത് എന്തിനാ തല്ലിക്കൊല്ലാൻ പരിവർത്തനാക്കിയത്? SFI അതിന് ചോദ്യം ചെയ്തല്ലോ പറയുന്നത്. കോട്ടയത്ത് അതേ സംഭവം ഉണ്ടായത്. SFI ജില്ലാ സെക്രട്ടറിയൊക്കെ ഞങ്ങൾ ആക്രമിക്കാൻ ഒരു തുണിഞ്ഞിറങ്ങി. ഞങ്ങൾ പ്രതിരോധിച്ചു. ലഹരി മാഫിയ സംഘത്തെ എല്ലാ കാലഘട്ടത്തിലും SFI തൊഴിൽ. അതുകൊണ്ട് 1970 പറഞ്ഞത് നിങ്ങൾ പറയാൻ പൂർത്തിയിരിക്കുന്നത് പൂർണ്ണമായും അതിനെ പ്രതിരോധിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുക. ഇനിയും പ്രതിരോധിച്ചു. ഞങ്ങളിപ്പോൾ ഏറ്റവും അവസാനമായി കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും അതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളും അധ്യാപകരും അതിനോടൊപ്പം തന്നെ പൊതുപ്രവർത്തകരും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് ലഹരി വിരുദ്ധ ശൃംഖലയും പ്രതിജ്ഞയും അതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയാണ്. കോളേജുകളും സ്കൂളുകളും മേഖലവധിക്ക് കൂട്ടാൻ വേണ്ടി പോകുമ്പോൾ മുഴുവൻ വിദ്യാർത്ഥികളെയും തിരികെ കളിക്കളത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി ലഹരികളും കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യവുമായി ലോക്കൽ തലത്തിൽ സ്റ്റുഡൻസ് ഒളിമ്പിക്സ് സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ഏറ്റെടുക്കുകയാണ്. ഇങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളിലും കൃത്യമായി ഉണ്ടാകും. ഇനി സാമൂഹ്യപരമായി ജാഗ്രതാപരമായി ഇവർ ഏതറ്റം വരെയും എങ്ങനെയും നേരിടാനും SFI തയ്യാറാണ്.
കളമശ്ശേരി കോളേജ് സംബന്ധിച്ചിടത്തോളം അവിടെ പ്രിൻസിപ്പളാണ് സംബന്ധിച്ചുള്ള വിവരം പോലീസിന് പ്രിൻസിപ്പളിന്റെ കത്ത് തങ്ങൾ വായിച്ചിട്ടുണ്ട്. അല്ല, എന്റെ സന്ദേശത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവിടെ ലഹരി കച്ചവടം നടത്തുന്നുണ്ട്, പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്, വൻതോതിൽ ലഹരി ഉപയോഗിക്കാൻ ഈ ആഘോഷ ബന്ധപ്പെട്ട ലഹരി ഉപയോഗം ഉണ്ടാകും, പോലീസ് ക്യാമ്പസിനകത്ത് പ്രവേശിക്കണം, പരിശോധിക്കണമെന്നുണ്ട്. അവിടെ ഒരു പ്രവർത്തിക്കുന്ന ഒരു യൂണിയൻ, ഈ യൂണിയൻ ഏതെങ്കിലും തരത്തിലുള്ള ഇത് ഒഴിവാക്കാൻ വേണ്ടി ലഹരി ഉപയോഗം തടയാൻ വേണ്ടി നടത്തി. കൃത്യമായി പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ എതിരായി പ്രവർത്തിക്കുന്നതിനാണ്. അവിടെ കളമശ്ശേരി പോലും അതേ നിലപാട് തന്നെയാണ്. ശരി, യൂണിയൻ എന്താണ് സംഭവിച്ചത്? പ്രിൻസിപ്പളിന് ആ കാര്യങ്ങൾ അറിയാം, പ്രിൻസിപ്പൾ അത് റിപ്പോർട്ട് ചെയ്തിട്ട് പോലീസിനോട്. അല്ല, മനസ്സിലായി. പ്രിൻസിപ്പൽ റിപ്പോർട്ട് ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ യൂണിയൻ നേതാക്കൾ, യൂണിയൻ ഭാരവാഹികൾക്ക് അറിയാത്ത എന്ത് പ്രവർത്തനം ക്യാൻസൽ? അല്ല, യൂണിയൻ ഭാരവാഹികൾ അറിയുന്നതും അറിയാത്തതുമായി ബന്ധപ്പെട്ടു. ഇപ്പൊ അവിടുത്തെ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് അവിടെ നിൽക്കുന്ന പെരിയാർ എന്ന് പറയുന്ന ഹോസ്റ്റൽ, അവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വിദ്യാർത്ഥികൾ ഇവിടെ സെക്രട്ടറിയെ തീരുമാനിക്കുന്നത് പോലും അത്തരത്തിലാണ്. അവിടെ അവരുടേതായിട്ടുള്ള നിയമവലിയും അവരുടേതായ പ്രവർത്തനങ്ങളിലൂടെ പോകുന്ന ഒരു ഹോസ്റ്റലാണ്. ആ ഹോസ്റ്റലിൽ പോയി ഇന്നലെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇടിമുറിയും അതോടൊപ്പം തന്നെ SFIയുടെ അപ്രമാദിത്വമുള്ള ഹോസ്റ്റലിനാണ്. അങ്ങനെയൊന്നല്ല ഹോസ്റ്റൽ, അങ്ങനെ ഒരു സംഭവമേ അല്ല ഹോസ്റ്റൽ. ഹോസ്റ്റലിനാണ് ഇത് സംഭവിച്ചത്. ക്യാമ്പസും ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് ഞാൻ മറുപടി പറയട്ടെ. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ ഘട്ടത്തിലും ഈ സംഘങ്ങൾക്കൊക്കെ എതിരെ നിലപാടെടുത്തിട്ടുള്ള സംഘടനയാണ് SFI. ഇപ്പൊ നിങ്ങളിപ്പോ പറയുന്ന ഈ നിലപാടെടുക്കുന്ന ഘട്ടത്തിലും ഈ പറഞ്ഞ ആളുകൾ ഒക്കെയാണ് ഇതിന്റെ ഹോൾസെയിൽ ഡീലർമാർ. ആ സമയത്ത് ഇൻഫർമേഷൻ കൊടുക്കാമല്ലോ. അല്ല, അതാ പറഞ്ഞു. ഇതിപ്പോ അല്ല, ഈ ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുന്ന ഘട്ടത്തിലും ഒക്കെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇന്നത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ വായിച്ചത്? അത് വായിക്കുമ്പോൾ നിങ്ങൾ അതുകൂടി കൂട്ടി വായിക്കണം. പ്രിൻസിപ്പളുടെ കത്ത് മാത്രമല്ല, അവിടുത്തെ യൂണിയന്റെ വിവരം കൂടി കിട്ടിയതിന്റെ ഭാഗമായാണ് നടപടി കുടുങ്ങിയത് എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ റിപ്പോർട്ടുണ്ട്. അതുകൂടി നിങ്ങൾ വായിക്കണം. അപ്പൊ അതിലൊക്കെ ഞങ്ങൾ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. പറയുമ്പോ എല്ലാം പറയാം. അല്ല, ഞങ്ങളിത് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന ഘട്ടത്തിൽ ഞങ്ങൾ കൊടുത്തു. ഒരാൾ റിപ്പോർട്ടറിന് കൊടുത്തു, മാതൃഭൂമിക്ക് കൊടുത്തു. അല്ല, അതിനകത്ത് വേറെ വിഷയമുണ്ട്. ഈ വാർത്ത നിങ്ങൾ തന്നാലേ കൊടുത്തു. ഇന്നലെ രാവിലെ SFIക്കെതിരെ നിങ്ങൾ കൊടുക്കുമ്പോ ആരെങ്കിലും തന്നിട്ടാണോ കൊടുത്തത്? കൃത്യമായിട്ട് ആർഷോ ഈ വിഷയം ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ ഗ്രൂപ്പിലൂടെ അറിയിച്ചപ്പോൾ അത് കൃത്യമായിട്ട് എല്ലാ മാധ്യമങ്ങളും കൃത്യമായി കൊടുക്കും. നിങ്ങളൊരു വിവരം നിങ്ങൾ അത് ഏത് വാർത്ത കൊടുക്കാറുള്ളത്? നമുക്ക് കൊടുക്കുന്നല്ലോ ആർഷോ ഇങ്ങനെ KSU പ്രവർത്തകരെന്ന് പറഞ്ഞ് KSU പ്രവർത്തകനെന്നും പറഞ്ഞാൽ മാത്രമേ അയാൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഈ പറഞ്ഞ മുഖ്യധാര മാധ്യമങ്ങൾക്കൊക്കെ കൊടുക്കേണ്ട രൂപത്തിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് ഉപമനം തരാം. അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകർ. അപ്പോ അങ്ങനെയാവുമ്പോ ഞങ്ങൾ വാർത്ത തന്നാലേ നിങ്ങൾ കൊടുക്കൂ എന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വസ്തുതാപരമായ വിവരമാണ് ഞാൻ കൊടുക്കുന്നേ പറഞ്ഞിട്ടുണ്ട്. അത് വസ്തുതാപരമായ വിവരമാണല്ലോ. ഇന്നലെ രാവിലെ 8 മണി തൊട്ട് ഒരു കാര്യം കൂടി, ഇന്നലെ രാവിലെ 8 മണി തൊട്ട് ഈ നിമിഷം വരെയും നിങ്ങൾ ഞങ്ങളുടെ സംഘടനയുടെ പേര് ഉപയോഗിച്ചത് ആരെങ്കിലും വിവരം തന്നതിന്റെ അടിസ്ഥാനത്തിലാണോ? അല്ല, അവിടെ ഈ പറയുന്ന അഭിരാജ് അവിടെ യൂണിയൻ ജനറൽ സെക്രട്ടറി അല്ലേ? അല്ലാതെ ഞങ്ങൾ ഇതുവരെ എവിടെ പറഞ്ഞു? സാക്ഷ്യപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തി. അപ്പൊ ഈ സംസ്ഥാന സെക്രട്ടറി ഇത്തരം വിവരങ്ങൾ കൃത്യമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ആ നിമിഷം ആ വാർത്ത എല്ലാവരും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ ഈ വാർത്ത കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ല, അങ്ങനെയല്ലല്ലോ. ഇയാൾ അറസ്റ്റ് ചെയ്തിട്ട് എത്ര മണിക്ക് ഇയാൾ അറസ്റ്റ് റിപ്പോർട്ട് ചെയ്യപ്പെടും? ആ സമയം മുതൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെയൊന്നും നിങ്ങൾ വാദിക്കരുത്. ഈ അറസ്റ്റ് ചെയ്തല്ല, അങ്ങനെയൊന്നും കള്ളൊന്നും പറയില്ലേ. നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഈ നാട്ടിൽ മുഴുവൻ കള്ളമാണ്. ഇല്ലില്ല, ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെടും. അല്ലല്ല, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ പൂർണ്ണമായും കള്ളമാണ് പറയുന്നത്. ഇന്ന് രാവിലെ അല്ല, വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ നിങ്ങൾ പറയുന്ന
കൃത്യമായി നിങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. എന്താ പ്രശ്നം? ഇന്ന് രാവിലെ ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ കൊടുത്ത വാർത്ത പൂർവ്വ വിദ്യാർത്ഥി പൂർവ്വ വിദ്യാർത്ഥി എന്നല്ലേ കൊടുത്തത്? ഇല്ലില്ല, പൂർവ്വ വിദ്യാർത്ഥിയാണ് പറഞ്ഞത്. ഇപ്പോ ഈ 10 മിനിറ്റ് മുമ്പ് ഞങ്ങൾ കയറുന്നതിന് മുമ്പ് മുഴുവൻ വാർത്താ ചാനലുകളും നോക്കി. ഒറ്റ കാർഡിൽ പോലും KSU പ്രവർത്തകരെന്നോ KSUവിന്റെ മുൻ പ്രവർത്തകരോ 8 മണിക്ക് 7:30 പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള വാർത്ത പുറത്തേക്ക് വിട്ടു. 8 മണി മുതൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഈ ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ എവിടെയും കണ്ടില്ല. നിങ്ങൾ ഇതിന്റെ വസ്തുത തിരക്കിയില്ലാണ്. നിങ്ങൾ തിരക്കാതിരിക്കുന്നത് നിങ്ങളുടെ പ്രശ്നമല്ലേ? നിങ്ങൾ കണ്ടില്ല. സംസ്ഥാന ഭാരവാഹികളുടെ മുൻ ഭാരവാഹിയും ഇപ്പോഴത്തെ ഭാരവാഹിയും പോസ്റ്ററിൽ ഞങ്ങൾ ഫേസ്ബുക്കിൽ എഴുതാൻ കാത്തുക്കാണോ നിങ്ങൾ കൊടുക്കുക? ഞങ്ങൾ എഴുതിയാലും നിങ്ങൾ കൊടുക്കും. ഞങ്ങൾ എഴുതൊക്കെ അല്ല, അങ്ങനെ നിങ്ങൾ പറഞ്ഞത് ഈ പറഞ്ഞതുമായി എന്റെ കയ്യിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ഇരിക്കുന്ന ഏതെങ്കിലും പ്രിൻസിപ്പളാണ് പറഞ്ഞത്. നമ്മൾ അഭിരാജിന്റെ രാഷ്ട്രീയം നമ്മളായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രിൻസിപ്പളാണ് പറയുന്നത് അഭിരാജ് പിന്നെ ആ സമയത്ത് അത് പ്രസന്റില് അതിന്റെ ഭാരവാഹിയാണ് അല്ലെങ്കിൽ SFI അല്ലെങ്കിൽ യൂണിറ്റ് ഭാരവാഹി ഇരിക്കുന്നതാണ്. ആ അറസ്റ്റിലായ 3 പേരെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രസന്റിൽ ഒരാളൊരു ഒരു ഭാരവാഹിത്വം SFIക്കാരാണ് പറയുന്നത്. SFIക്കെതിരായിട്ടോ അല്ലെങ്കിൽ കേസിനെതിരായിട്ടോ മുന്നോട്ടേണ്ട കാര്യമില്ല. നമ്മളെ സംബന്ധിച്ച് മാധ്യമങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ആവശ്യമുള്ള ക്യാമ്പസുകളിൽ വലിയ രീതിയിൽ ലഹരി വ്യാപിക്കുന്നുണ്ട്. അത് മുൻ വർഷങ്ങളെ പോലല്ല, ഭയാനകമായി. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ള ക്യാമ്പസിൽ ലഹരിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ആ ലഹരി കച്ചവടം നടന്നിട്ടില്ല. ആ കച്ചവടം നടന്നത് ഏതെങ്കിലും ഒരു സ്വകാര്യ കൂടെയില്ല. പണ്ട് നിങ്ങൾക്ക് പറയാമായിരുന്നു പിന്നെ വിദ്യാർത്ഥി സംഘടന പ്രവർത്തനമില്ലാത്ത സ്വകാര്യ ക്യാമ്പസുകളിലൊക്കെയാണ് നടക്കുന്ന വിദ്യാർത്ഥി സംഘടന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തടയുമെന്ന് പറയാമായിരുന്നു. പക്ഷേ വിദ്യാർത്ഥി സംഘടന ഉള്ള വിദ്യാർത്ഥി യൂണിയനുള്ള ഒരു ക്യാമ്പസിലാണ് നടക്കുന്നത്. ഇതിനകത്ത് നിന്ന് ഒരു വിദ്യാർത്ഥി സംഘടനക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഒരു പ്രിൻസിപ്പൽ അറിയിക്കുമ്പോഴാണ് ഇതൊക്കെ പുറത്തു വരുന്നത്. നിങ്ങൾ പറയുന്നത് ഇന്ന് ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അതിനു മുമ്പ് ഇത് ആരെയാണ് അറിയിക്കുന്നത്? അറിയിച്ചിട്ടില്ല. അങ്ങനെ അറിയിച്ചതിന് ഞങ്ങൾക്ക് വിവരമില്ല. ഒരു കാര്യം ഞാൻ നമുക്കിതിനകത്ത് നിങ്ങളെ തകർക്കാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അനുകൂലമായിട്ട് നിൽക്കാനോ ചോദ്യം ചോദിക്കാതിരിക്കാനോ ഒന്നും നമുക്ക് അങ്ങനെ ഒരു നിലപാടേ നമുക്കില്ല. അതായത് മനസ്സിലാക്കും. ഈ കോളേജ് യൂണിയനും SFIയുടെ യൂണിറ്റ് കമ്മിറ്റിയും ഈ അധ്യയന വർഷം ആരംഭിച്ച ശേഷം വിവിധ ഘട്ടങ്ങളിൽ ആ ക്യാമ്പസിനകത്ത് ലഹരി മരുന്നത് തെരഞ്ഞെടുപ്പിന്റെ വേളയിലടക്കം വിദ്യാർത്ഥികൾക്ക് ലഹരി എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ള ആരോപണവും അതിനകത്ത് നമുക്കുള്ള പരാതിയും പ്രിൻസിപ്പൾ നൽകിയിട്ടുണ്ട്. കൊടുത്തിട്ടില്ല എന്നുള്ളത് നിങ്ങളുടെ ബോധ്യം. നമ്മൾ ചെയ്തിട്ടുണ്ട്. ചെയ്യാതെ അല്ല ഈ ഘട്ടത്തിൽ. ഇന്നലെ ആ മഹസർ അവിടെ പോലീസ് എഴുതി തയ്യാറാക്കുമ്പോൾ അതിൽ ഒപ്പിട്ടത് SFIയുടെ മ്യൂണിസിപ്പൽ പ്രസിഡന്റാണ്. നമ്മളെ സംബന്ധിച്ച് പ്രിൻസിപ്പൽ, രണ്ടാമത് പോലീസ്. നിങ്ങൾ പറഞ്ഞ ആദ്യത്തെ കേസ് നമ്മൾ പോലീസിനോട് പലവട്ടം ചോദിച്ചതാണ്. ചോദ്യം പറയുന്നത് അദ്ദേഹത്തിന്റെ പങ്ക് നമുക്ക് വ്യക്തമായിട്ടില്ല. അദ്ദേഹത്തിന് ചോദ്യം ഡയറക്റ്റാണ്. ഷാനിക് എന്ന ഇയാൾ രാവിലെ 8 മണിക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഈ പ്രസ് മീറ്റ് നടത്തുന്ന ഈ സംഘടനയും SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായ PM മാസ്റ്റർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വന്നു കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അതൊന്ന് വാർത്തയാക്കാൻ എന്ന ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലേക്ക് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ നിങ്ങൾ എങ്ങനെയായിരിക്കണേ? പൂർവ്വകാല വിദ്യാർത്ഥി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ വാർത്ത കൊടുത്തു. വാർത്ത കൊടുത്തത് 8 മണി തൊട്ട് ഇപ്പോ PM മാസ്റ്ററിന്റെ പോസ്റ്റ്, ആ പോസ്റ്റിനകത്ത് PM മാസ്റ്ററുടെ പോസ്റ്റ് കൊടുത്ത ആ സമയം, ആ പോസ്റ്റ് ഞാൻ കൃത്യമായി കണ്ട് ഞാൻ ആ സ്റ്റാറ്റസ് വെച്ചിട്ടാണ് വരുന്നത്. ആ PM മാസ്റ്റർ പോസ്റ്റ് ഇട്ടതിന് ആ സമയത്തെ നിങ്ങൾക്ക് അറിയുന്നുള്ളൂ ഇയാൾ കേസുമാണ്. അതിനുശേഷം നിങ്ങൾ വാർത്തയൊന്നും കൊടുത്തിട്ടില്ല. PM മാസ്റ്റർ ഈ 8 മണിക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് PM മാസ്റ്റർ പോസ്റ്റ് ഇടുന്നവരെയും അതിനുശേഷവും നിങ്ങൾ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇയാൾ പൂർവ്വകാല വിദ്യാർത്ഥി എന്നുള്ളതാണ്. അയാൾ KSUവിന്റെ മുൻ യൂണിറ്റ് സെക്രട്ടറി ആണെന്ന് ഒന്നും കൊടുക്കുന്നില്ല. 2 മണിക്കൂർ മുമ്പ് ആണ് PM മാസ്റ്റർ പോസ്റ്റ് ഇട്ടത്. ഇപ്പോ കൃത്യം 4:39. കൃത്യം പറഞ്ഞാൽ 2:39 അദ്ദേഹം പോസ്റ്റ് ഇട്ടത്. ഈ അറസ്റ്റ് നടന്നത് രാവിലെ 8 മണി. 8 മണിയും 2 മണിയും തമ്മിലുള്ള ദൂരം എത്രയാണ്? എന്താണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സംഭവിച്ചത്? നിങ്ങൾ അജണ്ട സെറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതല്ല, നിങ്ങളുടെ വൈകിച്ചയും നിങ്ങളുടെ അജണ്ടയുടെ ഭാഗമാണ് എന്നുള്ളത് കൃത്യമായി ഇവിടെ ബോധ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ അന്വേഷിക്കേണ്ടി വന്നു. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഞാനോ അല്ലെ പ്രസിഡന്റ് ആയിട്ടുള്ളവരോ ഇവരൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതും കാത്താണ് കേരളത്തിലെ മാധ്യമങ്ങൾ വിവരങ്ങൾ നൽകാൻ ഇരിക്കുന്നത് എന്ന തലത്തിലേക്ക് നിങ്ങൾ തന്നെ പറയുന്നിടത്ത് ഈ വാർത്താ മാധ്യമ ചർച്ചയിൽ നിന്നോ ഈ പറയുന്ന നിങ്ങളിൽ നിന്നോ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു നീതി ഉണ്ടാകും അല്ലെങ്കിൽ ഒരു ശരിയായ നിലപാട് നിങ്ങൾ ഉയർത്തിയിരിക്കുന്നു ഞങ്ങൾക്ക് ഒരു ഘട്ടത്തിലും ഒരു വിശ്വാസം ഉണ്ടാവില്ല. ഇതുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നുള്ള ഒരു സിംഗിൾ ക്ലൂവെങ്കിലും തരുന്നതെന്ന് സംസാരിച്ചു ചോദിക്കും.
നമ്മൾ അവസാനം ചോദിച്ചു, ഇവിടെ ഒരു വാർഡൻ 2 വാർഡന്മാരുണ്ട്, അവർ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ ഞങ്ങളോട് തിരിച്ചു പറഞ്ഞ മറുപടി പ്രിൻസിപ്പാളിനോട് ചോദിച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ട് ഈ അപരാധിനെ കൂട്ടിയിട്ട് പോവുകയാണ്. ഒരു അപരാധി സംസാരിക്കുന്നത് പറയാനുള്ളത് വിക്ടിമൈസ് ചെയ്യുന്നത് അപരാധാണ്. അയാളെ കൊണ്ട് പറയാൻ സംസാരിക്കാതെ അതിൽ ഇൻവോൾവ് ആയ ആളെ കൊണ്ട് പറയാൻ സമ്മതിക്കാതെ അദ്ദേഹം തന്നെ ഈ കോളേജിൽ സംസാരിക്കണം. ഇത്രയും നിങ്ങൾ ഈ പറയുന്ന സമയം വരെയും കോളേജിന്റെ യൂണിയൻ ഭാരവാഹികൾ എന്നുള്ള നിലയിലോ യൂണിറ്റ് കമ്മിറ്റി എന്നുള്ള നിലയിലോ ഒരാളും മര്യാദയ്ക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് കൺവിൻസ്ഡ് ആവുന്ന തരത്തിൽ നമ്മൾ നടത്തിയിട്ടില്ല. അത് നമ്മുടെ എല്ലാ ബൈക്കുകളെല്ലാം ഉണ്ട്, നടത്തിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ആശ്രയം വിളിച്ചിട്ടാണ്, ഞാൻ പേഴ്സണലി വിളിച്ചിട്ടാണ് കൺഫേം ചെയ്തത് ഈ ആൾ തന്നെയാണോ ജനറൽ സെക്രട്ടറി, അഭിരാജ് ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞു. നമ്മൾ കുറെ നേരം അത് ഹോൾഡ് ചെയ്ത് വെച്ചു എല്ലാവരും. അത് ഉറപ്പില്ല ഞങ്ങൾക്ക് SFIയുടെ കാൻഡിഡേറ്റ് ആണെന്നോ ഇവിടുത്തെ ജനറൽ സെക്രട്ടറി അഭിരാജ് തന്നെയാണെന്നോ കേസിനുള്ളത് നമുക്ക് ഉറപ്പില്ല. അത് ഇത് ഉറപ്പാകുന്നത് തന്നെ നമ്മൾ അത് ചെയ്തു വെച്ചു. അതിൽ കൂടുതലൊന്നും മാധ്യമപരമായിട്ട് നമുക്ക് കാണിക്കാനില്ല. അയാൾ അതിൽ പ്രതിയാണ്. SFIയുടെ പാനലിൽ നിന്ന് മത്സരിച്ചിട്ടുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അയാൾ അതിൽ പ്രതിയാണ്. അതിപ്പോഴും അയാൾ പ്രതി തന്നെയാണ്. അത് മാറുന്നവരെ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം KSUവിന്റെ SFIയുടെ പ്രശ്നമൊന്നുമല്ല, 2 വിദ്യാർത്ഥികളാണ്. അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഇന്നലെ മുതൽ അത് തന്നെയാണ് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞാൽ ഞാനിവിടെ റിപ്പോർട്ട് ചെയ്ത ആളാണ്. ആളുകൾ മാധ്യമപ്രവർത്തകർ അങ്ങനെ തന്നെയാണ്. KSUവിന്റെ SFIയുടെ പ്രശ്നമല്ല, പക്ഷേ SFIയുടെ കാൻഡിഡേറ്റ് ഉൾപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം. ഞാൻ ഇതിൽ പറയാം. ഇന്നലെ രാവിലെ 8 മണിക്ക് കോഴിക്കോടേക്കുള്ള യാത്രാ മധ്യയാണ് ആദ്യമായ ഒരു മാധ്യമ പ്രവർത്തകൻ ഇതിന്റെ വിശദീകരണവുമായി എന്നെ വിളിക്കുന്നത്. 24 ചാനലിലാണ്, ശ്രീകണ്ഠൻ നായരുടെ ഷോ ആണ്. അദ്ദേഹമാണ് എന്നോട് ആദ്യമായി ഈ വാർത്ത ബ്രേക്ക് ചെയ്തത്. ഈ ബ്രേക്ക് ചെയ്യുന്ന നിമിഷം തന്നെ ഞാൻ എന്റെ റെസ്പോൺസ് കൊടുത്തു. കുറ്റമായി ആരായാലും ശിക്ഷിക്കപ്പെടും. അതിനുശേഷം വന്ന വാർത്ത ഞാൻ പറയാം. SFI എന്ന പേര് മാത്രമാണ് പിന്നീട് മണിക്കൂറുകൾ രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം വരെ ഉപയോഗിച്ചത്. ഞാൻ വെറുതെ പറയുന്നതല്ലോ. ഇവിടെ ഇരിക്കുന്ന പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ കാണുന്നല്ലോ, കേരളത്തിലെ മുഖ്യധാര. ഇപ്പൊ മനോരമയുടെ ആൾക്കാരിവിടെ ഉണ്ടല്ലോ. പിടിച്ചത് 2 കിലോ. അവിടെ പേര് SFI. മംഗളം 3 SFIക്കാർ അറസ്റ്റ്. 3 SFIക്കാർ അറസ്റ്റ്. ആരാണ് ഈ 3 SFIക്കാർ അറസ്റ്റിലായിട്ടുള്ളത്? മുഴുവൻ പത്രങ്ങൾ നോക്കിയാൽ ഇന്ന് കാണാൻ കഴിയുന്നത് SFIയുടെ പേര് മാത്രമാണ്. ഇതിൽ കൃത്യമായിട്ടാണ് മാതൃഭൂമിയിലും സമാനമായ ഇതിലെവിടെയും എന്തില്ല, യഥാർത്ഥത്തിൽ പൂർണ്ണമായ വാർത്തയില്ല. പൂർണ്ണമായ വാർത്തയില്ലെന്ന് മാത്രമല്ല, ഇപ്പോ രണ്ടാമത് FIR ഇപ്പോ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ 1ാമത്തെ അറസ്റ്റ് ചെയ്തപ്പോ ജയിലിൽ കിടക്കുന്ന ആകാശ്, ആ ആകാശിന്റെ എക്സ്റ്റൻഷൻ FIR ആയിട്ട് കൂട്ടിയിരിക്കുന്ന ഷാലിക്കും ആഷിക്കും, ഇവരെ ഈ സമയം വരെയായിട്ടും ഇവരെ 3 പേരുടെയും രാഷ്ട്രീയത്തെ കുറിച്ച് ചർച്ചകൾ ഉണ്ടായില്ല. ഈ ചർച്ചകൾ തുടങ്ങി വെച്ചതാരാണ്? മാധ്യമങ്ങളും. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ തന്നെയാണ് ബ്രേക്ക് ചെയ്തത്. ആ തുടങ്ങി വെച്ച ചർച്ചയെ പിന്നീട് നിങ്ങൾ തുടർന്നു കൊണ്ടുപോയോ? ഇത് രാഷ്ട്രീയമല്ല, 2 വിദ്യാർത്ഥികളാണ്. ശരി തന്നെ, അതെ. എന്നാൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരും എന്താ ചെയ്തത്? മുഖ്യധാര മാധ്യമങ്ങൾ ഇപ്പോൾ നടത്തുന്ന ചർച്ച എന്താണ്? ഇപ്പൊ ഏറ്റവും അവസാനം ഈ പറഞ്ഞ ഷാനിക്കുമായി ബന്ധപ്പെട്ട് ഒരു വരി വാർത്ത കൊടുത്തില്ല. സഖാവ് PM മാഷുവിന്റെ പോസ്റ്റിൽ കാത്തിരിക്കുകയായിരുന്നു. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞങ്ങൾ വിവരം തരണമായിരുന്നു. ഇത് കേട്ടിരുന്ന് ഞങ്ങൾ ഇതിനൊക്കെ ആ നിലയിൽ തന്നെ തലയാടണം. ആ നിലയിൽ തന്നെ ഇത് കണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇതിൽ കൃത്യമായി ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ SFI ഇപ്പൊ വന്നല്ലോ, അതിന്റെ വാർത്ത വന്നല്ലോ. SFI മുഹമ്മദ് റിയാസ് പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞു ഇവിടെ ലഹരി ഇല്ലാതാക്കുക എന്നുള്ളതല്ല ഉദ്ദേശം, SFI ഇല്ലാതാക്കുക. SFIയുടെ വിശ്വാസ്യത, ക്രെഡിബിലിറ്റി, ഞങ്ങളുടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അവർ വെറുതെ ഒരു ദിവസം വീടുകളിൽ നിന്ന് അനാഥത്വം ബാധിച്ച് ഏതെങ്കിലും ഘട്ടത്തിൽ SFI എന്ന വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ സോഷ്യലിസം എന്ന മാതൃകയ്ക്ക് വേണ്ടി നടന്നിറങ്ങുന്ന മാത്രമല്ല, അവരുടെ മാതാപിതാക്കൾ കൂടി ഞങ്ങളുടെ സംഘടനകളാണ്. ആ മാതാപിതാക്കൾക്ക് ഉൾപ്പെടെയുള്ള വിശ്വാസ്യതയെ ഇല്ലാതാക്കണം. അത് ഇല്ലാതാക്കിയാൽ മാത്രമേ തിരികെ ക്യാമ്പസുകളിലേക്ക് ഈ ശക്തികൾക്ക് തിരികെ വരാൻ പറ്റൂ. അതുവഴി കേരളത്തിൽ ഉയർന്നു നിൽക്കുന്ന ഇടതുപക്ഷ ബോധ്യത്തെ ഇല്ലാതാക്കാൻ പറ്റും. എളുപ്പല്ലേ? രാഷ്ട്രീയ പദ്ധതിയല്ലേ? ആ രാഷ്ട്രീയ പദ്ധതിയുടെ തുടർച്ചയാണ്. അല്ല, ഞങ്ങൾ പറയുന്നു അതിനെ തുറന്നെതിർത്തുകൊണ്ടല്ലേ ഞങ്ങൾ ഇതുവരെ അതിനെ ന്യായീകരിച്ചു. നിങ്ങൾ ഇപ്പൊ ഞങ്ങൾ ഈ സമയം വരെ അതിനെ ന്യായീകരിച്ചു. ഞങ്ങൾ ഇതുവരെ ന്യായീകരിച്ചില്ല. അതിന്റെ ഉത്തരവാദിത്വത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതിനെ ചെറുത്തു തോൽപ്പിക്കും.
അതിനെ ചെറുത്തു തോൽപ്പിച്ചു. ഒരറ്റത്ത് ഈ സംഘടനയുടെ പേര് വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നവർക്കൊക്കെയും അത് ഏത് ഘട്ടത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ ഇടപെട്ടിട്ടുണ്ട്. നിങ്ങൾ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റിനോട് ചോദിച്ചല്ലോ, KSUവിന്റെ പ്രവർത്തകൻ അതിൽ ഉൾപ്പെട്ടല്ലോ, എന്താ പറഞ്ഞു? രാഷ്ട്രീയ ആരുമാവട്ടെ ശിക്ഷിക്കപ്പെടും. നിങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് കൃത്യമായ നിലപാടാണ്. ആ നിലപാടുണ്ടോ KSU? ആ നിലപാട് നിങ്ങൾക്ക് കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ചോദിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞു? നമ്മളന്ന് ചോദിച്ചില്ല, ഇന്നലെ ചോദിച്ചത് അയാൾക്ക് നടപടി ഉണ്ടാവും ചോദിച്ചതാണ്. അങ്ങനെ അങ്ങോട്ട് ആൾക്കാർക്ക് നടപടി ഉണ്ടാവും ചോദിച്ചതാണ്. ചോദിക്കാതിരിക്കില്ല. അല്ല, അതാ പറഞ്ഞ മറുപടി ചോദിക്കുന്നില്ല. മാത്രമല്ല, ആ ചോദ്യത്തിന് കനം പോലാണ് നമ്മൾ അതുകൂടെ അല്ല, ചോദ്യം ചോദിച്ച് അദ്ദേഹത്തിന്റെ ഒരു മറുപടി നിങ്ങൾ കേരളത്തിന്റെ പ്രതിപക്ഷ ആദ്യം എന്ന ഈ KSU പ്രവർത്തകൻ മാക്സിമം KSU പ്രവർത്തിച്ചാണ് ഈ പറഞ്ഞ പിടിയിലായ കഞ്ചാവ് പിടിയിലായ റൂമിൽ ആണ് താമസിച്ചതെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞത്? അത് ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ട് കൃത്യമായിട്ട് അയാളെ വിളിച്ച് നിങ്ങൾ ഏത് റൂമിലാണ് താമസിച്ചത് എന്നതൊക്കെ ചോദിക്കുന്നത് ഇന്നലത്തെ ന്യൂസ് നിങ്ങൾ കാണും. കൃത്യമായി നടന്നിട്ടുണ്ട്. അല്ല, നിങ്ങളൊന്നും ചോദിക്കുന്നില്ല, മറുപടി കിട്ടാൻ. അതിലൊരു കാര്യം ഞാൻ പറയാം. ഇന്നലെ ഇതേപോലെ ഒരു മാധ്യമ ചർച്ചയിൽ ഇരിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ ഉപാധ്യക്ഷൻ അഭിംബർക്കി വളരെ മുഴുവൻ കോൺഫിഡൻസിൽ വിളിച്ചു പറഞ്ഞു, KSU ഉൾപ്പെട്ട ഒരാൾ പോലും അതിലില്ല. നിങ്ങളുടെ CPM സൈബർ നേതാക്കന്മാരോട് പറയൂ, അത് പുറത്തുവിടും. ഈ നിങ്ങൾ പറഞ്ഞ ആദിൽ എന്ന് പറയുന്ന ആളുടെ പ്രസ് മീറ്റ് ഉണ്ടല്ലോ, അയാൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ പറഞ്ഞ ആകാശും ഈ പറഞ്ഞ ശാലിക്കും അനന്തുവും ഈ പറഞ്ഞ ആഷിക്കും ഇവരൊക്കെ KSU ആണ് ഇല്ലേ? സാക്ഷ്യപ്പെടുത്തി. അപ്പൊ പിന്നെന്താ പറഞ്ഞത്? പിന്നെ നിലപാടില്ല. ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ കൃത്യമായി അതിൽ എവിടെയാണ് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്? വിദ്യാർത്ഥി സംഘടന രണ്ട് സംഘടനയല്ല, വിദ്യാർത്ഥികളാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ എല്ലാ ക്രെഡിബിലിറ്റിയും തകർക്കാൻ ബോധപൂർവമായി അച്ചുനിരത്തി നിങ്ങളുടെ TRP റേറ്റിംഗിന് വേണ്ടി അതിൽ ഉപയോഗിച്ചു. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഞങ്ങളുടെ 3 അക്ഷരങ്ങൾ ഉപയോഗിച്ചു. അയാൾ ഇന്ന് യൂണിയന്റെ അതിലൊന്നും ഞാൻ നിങ്ങൾക്ക് വ്യത്യസ്ത അല്ല, ഞങ്ങൾ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അത് വളരെ സത്യമാണ്. അത് സത്യമാണ്. നിങ്ങൾ അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അതിലൊന്നും വേറെ അഭിപ്രായ വ്യത്യാസം എനിക്കില്ല. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങളുടെ ഓരോരോ മാധ്യമത്തിന്റെ വിഷയം ഞാനിപ്പോ നിങ്ങളോട് ഇവിടുത്തെ മാധ്യമങ്ങളുടെ മുഴുവൻ ഹെഡ്ലൈൻസും ഞാനിവിടെ പറഞ്ഞു. നിങ്ങൾ മാത്രമല്ല ന്യൂസ് പേപ്പേഴ്സിന്റെ നിങ്ങളുടെ ഹെഡ്ലൈൻസ് ഞാൻ ഇവിടെ വരുമ്പോ ഇതുവരെ ന്യൂസ് മലയാളത്തിന്റെ മാത്രം കാര്യമല്ല നമ്മൾ സംസാരിക്കും. ന്യൂസ് 18 ഞാൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ ചാനലുകളുടെ മുഴുവൻ കാര്യം ഞാൻ പറഞ്ഞു. ഇതുവരെയായി അങ്ങനെ ഒരു പേര് ഉപയോഗിച്ചിട്ടില്ല. അയാൾ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഇപ്പോഴും. ആ കാര്യം പറയുമ്പോ നിങ്ങൾ എന്നോട് അത് അയാൾ ഇപ്പോഴും ഇയാളല്ലേ ജനറൽ സെക്രട്ടറി അല്ലേ എന്ന് ചോദിച്ച് നിങ്ങൾ പ്രതിരോധിക്കുകയാണ്. നിങ്ങൾക്കെതിരാണ് ഈ ഗതികേട് വന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ല, കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത്തരം സംഭവങ്ങൾ നമ്മൾ നേരത്തെ ശ്രദ്ധപ്പെടുത്തുന്നു, പരാതികൾ കൊടുത്തിട്ടുണ്ടോ? ഇപ്പോ ഇവിടെ പറഞ്ഞു അവിടെ നിരന്തരമായി ലഹരി ഉപയോഗിച്ച് ഇതിനെ പലപ്പോഴും തെരഞ്ഞെടുപ്പിന് ഉൾപ്പെടെ ഇന്ന് ഉപയോഗിക്കുന്നു. ഇപ്പോ പണ്ട് KSU ഒക്കെ ചെയ്യാറ് ബിരിയാണി വാങ്ങിത്തരാം, ഭക്ഷണം വാങ്ങിത്തരാം, അല്ലെങ്കിൽ ഇന്നത്തെ വാങ്ങിത്തരാം, നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന്. ഇന്നിപ്പോ അവരിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നിലയിലാണ്. ഇപ്പോ KSUവിന്റെ ജില്ലാ പ്രസിഡന്റിന് മരട് അനീഷിനോട് ബന്ധം എന്തിന്റെ പേരിലേക്ക്? മരട് അനീഷ് എന്തായാലും സാമൂഹ്യ നന്മ പ്രവർത്തകനൊന്നല്ലല്ലോ. ഈ നാട്ടിലെ മുഖ്യമായിട്ടുള്ള ഏതെങ്കിലും നന്മ ചെയ്യാനുള്ള ആളുകളൊന്നല്ലോ, നന്മ ചെയ്ത ആളൊന്നല്ലോ. ഇയാളുടെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ KSUവിന്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ഇയാളോട് ബന്ധമുണ്ടെങ്കിൽ ഇയാളുടെ എല്ലാവിധ സംവിധാനങ്ങളോടും ഈ KSUവിന് ബന്ധമുണ്ടെന്നല്ല അർത്ഥം. അതോടൊപ്പം തന്നെ KSUവിന്റെ ജാഥയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത വന്നു. അതിൽ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ ആ ജാഥയിൽ പങ്കെടുക്കുന്നില്ല. എന്താ പങ്കെടുത്തത്? അതിന്റെ പച്ച മലയാളികൾക്ക് ഇതുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്നല്ലേ? അപ്പോ യൂണിയൻ എന്ന് പറയുന്നത് അവിടുത്തെ കോളേജ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. യൂണിയൻ പിരിച്ചുവിടേണ്ടോ മറ്റു കാര്യം തീരുമാനിക്കുന്നവരാണ്. അയാളുടെ SFIയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ സംവിധാനങ്ങളിലും ഇല്ല, ഒരു ഭാഗത്തും ഇല്ല, അംഗത്വമില്ല, ഇല്ല.
അത് അടയാളപ്പെടുത്താൻ ഇല്ല. ഞാൻ നിലവിൽ ഇപ്പൊ എസ് എഫ് ഐയുടെ ഭാഗമല്ല. ഇതാ. അല്ല അതായത് ഇതിപ്പോ ഒറ്റ കാര്യം കൂടി ഞാൻ ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്ത മീഡിയ വേണമല്ലോ. SFI-യെ മനഃപൂർവ്വം മാധ്യമങ്ങളും പ്രതിപക്ഷവും ആക്രമിക്കാൻ ശ്രമിക്കുന്നു. കളമശ്ശേരി കഞ്ചാവ് കേസ് അറസ്റ്റിലായ പ്രതികൾ KSU പ്രവർത്തകരെന്ന് SFI പറഞ്ഞതല്ലാതെ നിങ്ങൾക്ക് ഇപ്പോഴും ഒന്നും ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് മീഡിയ വന്ന് സാക്ഷ്യപ്പെടുത്തും. ഞാൻ നിങ്ങൾക്ക് ഈ ഫോട്ടോസ് പൂർണ്ണമായി നിങ്ങളുടെ അതല്ല. അഭിരാജ് SFI പാനലിൽ നിന്ന് മത്സരിക്കുമ്പോൾ SFI അംഗമല്ലാതെ മത്സരിച്ച് വിജയിച്ച യൂണിയൻ അംഗങ്ങൾ മാത്രമാണെന്നാണ് പറയുന്നത്. അയാളംഗമായിരുന്നു. എപ്പോഴാണ് ഈ അംഗത്വം പോകുന്നത്? അയാളെ പൂർണ്ണമായും ഞങ്ങൾ ഈ പശ്ചാത്തലത്തിൽ തന്നെ ഇന്നലെയാണ് അവിടെ യൂണിറ്റ് സമ്മേളനം. ഇന്നലെ അതായത് 16-ാം തീയതി ഇന്നലെയാണ് ഞങ്ങൾ മുന്നേ നിശ്ചയിച്ച പൂർണ്ണമായ സംഘടന നിങ്ങൾക്ക് അല്ല നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറയുന്നത് ഈ ചർച്ചയുടെ പൂർണ്ണമായ മെറിറ്റിനെ നിങ്ങൾ പുറത്താക്കിയ മൊട്ട ടാഗിൽ നിങ്ങൾക്ക് കൊടുത്തോളൂ. ഞങ്ങൾ ഈ സംഘടനയിൽ നിന്ന് അയാളെ പുറത്താക്കിയാണ്. അയാൾ ഈ സംഘടനക്ക് ഞങ്ങളുടെ സംഘടനയുടെ രീതികൾക്കനുസരിച്ച് അയാൾ പ്രവർത്തിച്ചിട്ടൊന്നുമില്ല. അതെ അതെ. ഇതിനാണ് യൂണിറ്റ് സമ്മേളനത്തിൽ അതിലേക്ക് ഇത് എറണാകുളത്തേക്കാണ്. എറണാകുളത്താണ് ഇന്നലെ KSU. ഇന്നലെ തന്നെ മാധ്യമങ്ങൾ 17 മണിക്കൂർ നിങ്ങൾ ഞങ്ങൾ ഇന്നലെ തൃശ്ശൂരിലിരിക്കുമാണ് ഈ ഫോട്ടോ ഞങ്ങൾ കിട്ടുന്നത്. ഞങ്ങൾ കൊടുത്താൽ ഇതൊക്കെ വരുമെന്ന് ഞാൻ കുറച്ചൊക്കെ അറിയാം. ഞങ്ങൾക്കുള്ള വിമർശനത്തിൽ നിങ്ങൾ തുറന്ന മനസ്സോടെ കാണുന്നേ. നിങ്ങൾ രാവിലെ തൊട്ട് രാത്രി വരെ നിങ്ങൾ ഞങ്ങളുടെ പേര് ഉപയോഗിക്കുകയും ഇങ്ങനെ ഒരു പേര് കിട്ടിയിട്ട് ഇയാൾ പൂർണ്ണമായിട്ടും SFI ഈ പറഞ്ഞ KSU-ന്റെ അതോടൊപ്പം ഞാൻ VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെ നിങ്ങളൊന്ന് അവരോട് ചോദിക്കണ്ടേ? കേരളത്തിൽ ഉത്തരവാദിത്തം രാഷ്ട്രീയ നേതാക്കന്മാരെന്ന നിലയിൽ അവരെത്ര അബദ്ധമായാണ് നിങ്ങളോടൊക്കെ പെരുമാറുന്നത്. ഇപ്പോ ഈ ഏറ്റവും അവസാനം രമേശ് ചെന്നിത്തല പറഞ്ഞല്ലോ. രമേശ് ചെന്നിത്തല പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ടാണ് SFI-യെ പിരിച്ചുകൊണ്ടത്. മുഖ്യമന്ത്രി പറയുന്ന സാരോപദേശത്തിലാണ് അവരാകുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞതൊന്നും മൂപ്പർക്ക് ഈ കാലഘട്ടം ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് മൂപ്പർ ഇന്ന് ഇരിക്കുന്ന സ്ഥലത്ത് പോയി ഇരിക്കേണ്ടി വന്നത്. അത് നിങ്ങൾ പ്രത്യേകം മൂപ്പറൊന്നും അറിയണം. ഇങ്ങനെ SFI-യെ ആക്രമിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതിനെ വെച്ചു കൊടുപ്പിക്കാനാണ് തയ്യാറല്ല. ഇതില് നമ്മള് പറഞ്ഞത് നിങ്ങൾ ചോദിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ തൊഴിലാളികളാണ്, നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് ആത്മാർത്ഥത തൊഴിലുണ്ടാവും. പക്ഷേ മാധ്യമങ്ങൾക്ക് അജണ്ട ഉണ്ട്. ആ അജണ്ടകൾ പ്രകാരം ഇത് പുറത്തേക്ക് മാധ്യമങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് കൂടിയാണ് നമ്മൾ പറയുന്നത്. എവിടെയാ പറഞ്ഞത്? ഈ ഘട്ടം വരെ എവിടെയാ പറഞ്ഞു? നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, ഈ ഘട്ടം വരെ എവിടെയാ പറഞ്ഞത്? എവിടെയും പറഞ്ഞില്ല. നിങ്ങൾക്ക് ഈ ഫോട്ടോസ് വേണമെങ്കിൽ ഞങ്ങൾ എത്ര വേണമെങ്കിൽ തരാം. അവർ ചിലപ്പോ ഇന്നലെ ഇപ്പോ അതിൽ തന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധപ്പെടുത്താം. KSU-വിന്റെ കോളിയിലെ ഗ്രൂപ്പിൽ നിന്ന് ഇയാള് ഈ ആദിൽ ഷാ എന്നല്ലേ അയാൾ മത്സരിച്ച ആളുടെ പോസ്റ്റർ 2 മിനിറ്റോട് വരുന്നത്. ഞങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ടാണ് അത് കിട്ടിയത്. അപ്പൊ KSU ഇതിനകത്ത് നടത്തിയിരിക്കുന്നത് ഇപ്പൊ ഇന്നലെ KSU-ന്റെ ജാഥ ഇവിടെ നിൽക്കുന്ന സമയത്ത് ജാഥ അടുത്ത ജില്ലയിൽ പോകുന്നതിന് പകരം ആലോചിച്ച് ഇവിടെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ചെയ്തു. എന്തിനാണെന്നറിയോ? ഉറപ്പിക്കാൻ വേണ്ടി KSU-കാരനുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉറപ്പിക്കാൻ ഇല്ലെന്ന് പോലീസ് പറയുക. അതെ, അത് ആലോചിച്ച് പറയുന്നത്. അതെ, ഇവരുടെ ട്രാക്ക് റെക്കോർഡിനാണല്ലോ. അപ്പൊ ഇന്നലെ അഭിമ്പർക്കി ചോദിച്ചതിനനുസരിച്ച് ഫോട്ടോസ് എന്ന് വെച്ചാൽ ഇതാ മുഴുവൻ ഫോട്ടോസ് വരുന്നത്. അതിന്റെ മുഴുവൻ കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ അഭിമ്പർക്കിയുടെ ഏറ്റവും ഇളയ സഹോദരൻ ഇതാ മരട് അനീഷിനോട്. ഇനി എന്താ പറയുന്നത്? മരട് അനീഷ് യൂണിറ്റ് സെക്രട്ടറിയോട് ഞാൻ ഒരിക്കൽ കൂടി പറയാം. SFI-യുടെ ഒരു യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അയാൾക്ക് ഈ കേരളത്തിൽ ജീവിക്കാൻ പറ്റും. അയാളുടെ ജീവിതം നിങ്ങൾ പറഞ്ഞത് 42 ദിവസം ജയിലിൽ കിടന്നിട്ടുള്ളതാണ്. ഈസോൺ കലോത്സവത്തിൽ SFI പ്രവർത്തകരെ കൊല്ലാതെ വന്നു. അങ്ങനെയുള്ള അക്രമമാണ്. ഇവർക്കൊക്കെ എന്ത് പ്രിവിലേജാണ് മാധ്യമങ്ങൾ കൊടുക്കുന്നത്? ഇവരെന്ത് പ്രിവിലേജാണ്? ആ പ്രിവിലേജ് എന്താണ് എനിക്കറിയാൻ. ഏറ്റവും കൂടുതൽ സ്ക്രൂട്ടിനി ചെയ്യപ്പെടുന്ന ഒരു സംഘടന എന്ന നിലയിൽ ഞങ്ങൾ ഇവരോട് ചോദിക്കുക, എന്താണ് ഇവരുടെ പ്രിവിലേജ്? ഇവർക്ക് മരട് അനീഷുമാരോടും ഈ നാട്ടിലെ എല്ലാ തെറ്റായ പ്രചരണങ്ങളോടൊപ്പം കൂടെ നിൽക്കാനുള്ള എല്ലാ ലൈസൻസും ഉണ്ടോ ഈ കേരളത്തിൽ? ഇവർക്ക് എന്തുമാവാമെന്നാണോ?
ഇവർക്ക് ആരെയും കൊല്ലാമെന്നാണ്, ഇവർക്ക് ആരെയും ആക്രമിക്കാം, ഇവർക്ക് എത്ര കിലോ കഞ്ചാവ് വിൽക്കാമെന്നാണ്. ഈ നിമിഷം വരെ അവരോട് ഉത്തരം പറഞ്ഞിട്ടില്ല. അലോഷ്യസ് ഇവരോട് നിങ്ങൾ ഉത്തരവാദിത്തത്തോട് കൂടി ചോദിച്ചു ഇവരൊക്കെ എന്താണ്, ഇവരൊക്കെ ഒരു കാലത്ത് നിങ്ങൾ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ കിട്ടിയ ഉത്തരം ഇതാണ്. അന്വേഷണം നടക്കട്ടെ, ഇവരൊക്കെ ഒരു രാത്രിയോ ഞങ്ങൾ ഇതിനകത്ത് കലർത്തുന്നില്ല. രാവിലെ അലോഷ്യസ് ഇവർ അതായിരുന്നില്ല പറഞ്ഞത്, നിങ്ങളുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അത് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവല്ലോ. ഈ സകലമായ പ്രശ്നങ്ങൾ നിന്നാണ് SFI പറഞ്ഞത്. അരമണിക്കൂറിനുള്ളിൽ ആലോഷ്യസ് ഇവർ സ്റ്റാൻഡ് മാറ്റി. അരമണിക്കൂറിനുള്ളിൽ. എന്താ കാരണം? പിടിക്കപ്പെട്ടതിൽ ഭൂരിഭാഗവും 3 പേർ, ഇന്ന് ജയിലിൽ കിടക്കുന്ന 3 പേർ KSUവിന്റെ നേതാക്കന്മാർ, ഷാലിഖ്, ആഷിഖ്, ആകാശ്. അതിൽ ബാക്കിയുള്ളവരുടെ ഈ അനന്തുവിന്റെയും അതോടൊപ്പം തന്നെ ഷാഹിന്റെയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണത്തിലാണ്. അവരുടെ ഇന്നിപ്പോ മൊഴിയെടുത്തിട്ടുണ്ട്. ഇപ്പോ മൊഴിയെടുത്തു. ആ മൊഴിയിന്മേൽ ബാക്കി അന്വേഷണം നടത്തി പിടിക്കും. അപ്പൊ ഇതില് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, കേരളത്തിലെ ക്യാമ്പസുകളിൽ ഒരു ലഹരി മാഫിയ സംഘങ്ങൾക്കും സ്ഥാനം ഉണ്ടാവില്ല. ഞങ്ങൾ അവരെ തകർത്തു. ഞങ്ങൾ അതിൽ ധീരോത്തമായ നിലപാടെടുക്കുന്നു. എന്തൊക്കെ ഇനി ജീവൻ കൊടുക്കേണ്ടി വന്നാലും ഞങ്ങൾ അതിനെ പ്രതിരോധിക്കും. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് കേരളത്തിലെ ക്യാമ്പസുകൾ മുന്നോട്ട് പോകുന്നത്. കാരണം വെച്ചാൽ അവരുള്ള ഇടങ്ങളിൽ SFI ദുർബലപ്പെടുകയുള്ളൂ, വളരില്ല. SFI പോലെ സംഘടിത വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഒരിക്കലും ഈ ലഹരി മാഫിയ സംഘങ്ങളുടെ ക്യാമ്പസിൽ നേരെ നിൽക്കാൻ കഴിയില്ല. കാരണം തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ കഴിഞ്ഞ ആഴ്ചയാണ് SFIയുടെ യൂണിറ്റ് സെക്രട്ടറിനെയും പ്രസിഡന്റിനെയും ഇതേപോലെ ഒരു ലഹരി മാഫിയ സംഘം, അതിന്റെ ടീമിന്റെ പേര് ഞാൻ പറയുന്നില്ല, അർദ്ധനഗ്നരായി ഡാൻസ് ചെയ്യണമെന്നായിരുന്നു അവരുടെ ആവശ്യം. പറ്റില്ല എന്ന് പറഞ്ഞു. അതിന്റെ പേര് യൂണിറ്റ് സെക്രട്ടറി പ്രസിഡന്റ് അടിച്ചു. ഇങ്ങനെയുള്ള അരാജക ലഹരി മരുന്ന് മാഫിയ സംഘങ്ങൾ ക്യാമ്പസിലുണ്ട്. ഇവരെ സ്പോൺസർ ചെയ്യുന്നവരായി ആര് മാറിയിട്ടുണ്ട്? KSUവും MSFും ഈ പറയുന്ന ആളുകളൊക്കെ മാറിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ പൂർണ്ണമായും പൊളിറ്റിക്കൽ പാറ്റേണൈസ് കൊടുക്കേണ്ടതാണല്ലോ. ഇപ്പൊ ഇന്നിപ്പോ കൊടുക്കുന്നാണല്ലോ VD സതീശൻ പറഞ്ഞത്. പൂർണ്ണമായും ആ പാറ്റേൺ VD സതീശനാണ്. VD സതീശന്റെ അറിവിനോടുകൂടിയാണ്. അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പോലും അതിനൊരു ഉത്തരം പോലും കൊടുക്കാതെ കൊടുക്കുകയാണ്. VD സതീശൻ കൊടുക്കുക. ആ പൊളിറ്റിക്കൽ പൂർണ്ണമായി. അത് കാരണം എന്താ? അദ്ദേഹം എന്ത് ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയുന്നത് SFI പ്രശ്നക്കാർ. ഇതിന്റെ റൂട്ടിലേക്ക് പോകുന്നില്ല, റൂട്ട് കോസ് പോണ്ടേ. ഈ 5 കിലോ ഈ 2 കിലോ കഞ്ചാവുമായി ബന്ധപ്പെട്ട് ഈ കഞ്ചാവ് കിട്ടിയിട്ടുള്ള KSU നേതാക്കന്മാർക്ക് അവർക്ക് എടുത്ത് കിട്ടി. അവർക്ക് കയ്യിൽ കിട്ടിയത് ആരുടെ കയ്യിൽ നിന്നാണ്? ആ കയ്യിൽ നിന്ന് കിട്ടിയ ആളുടെ അടുത്ത ബന്ധം എന്താണ്? അങ്ങനെ ഇപ്പൊ ഏറ്റവും അവസാനം ഹൈദരാബാദ് വരെ നമ്മുടെ പോലീസ് പോയാലും അതുപോലെ പോകണ്ടേ? അതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ? ആ അന്വേഷണത്തിൽ ബോഡിയുണ്ടോ VD സതീശന്? അതുകൊണ്ടാണ് SFI എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്നതിനെക്കാട്ടും കൂടുതൽ SFI എന്ന് പറയുന്ന ആളായിട്ട് ഇപ്പോൾ VD സതീശൻ മാറിയിട്ടുണ്ട്. സ്റ്റേറ്റ് സെക്രട്ടറി പറയുന്നതിനെക്കാട്ടും കൂടുതൽ VD സതീശൻ SFI എന്ന് പറയുന്നത് നല്ലത്. നിലപാടൊക്കെ തിരുത്തി SFI ഇങ്ങനെ കരിവാരി തേക്കാൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ നിലപാടിനെ ഞങ്ങൾ ആ നിലയിൽ തന്നെ കാണും.